പറഞ്ഞതങ്ങനെ തന്നെ പതിരാവായല്ലോ പത്നി. കുറഞ്ഞെന്നുറങ്ങട്ടെ ഞാൻ ഉലകിലേഴും, നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ പുലർകാലെ പുറപ്പെടാൻ. അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കണം, ത്രിഭുവനമടക്കി വാണിരുന്നരുളുന്ന മഹാ പ്രഭുവിനെ കാൺമാൻ കൈക്കേലേതും കൂടാതെ. സഭവനത്തിങ്കൽ നിന്നു ഗമിക്കരുതാരും കൈക്കൽ, വിഭവുമാമിലയുമാം കുസുമവുമാം അവലുമാം മലരുമാം ഫലവുമാം യഥാശക്തി. മലർക്കന്യമണവാളനൊക്കെയുമാകാം. മലങ്കള മനസ്സിലിന്നെന്തു വേണ്ടെന്നറിയാഞ്ഞു, അലക്കേണ്ട ചൊന്നതിലൊന്നുണ്ടാക്കിയാലും. ഇപ്രകാരം ഭർത്താവിൻ്റെ വാക്കു കേട്ടിട്ടനന്തരം വിപ്രഭാമിനി യാചിച്ചു കൊണ്ടെന്ന ധാന്യം. ക്ഷിപ്രമീരുട്ടത്തിടിക്ക കൊണ്ടുകല്ലും നെല്ലുമേറും, അപ്രതൂക്കം പൊതിഞ്ഞൊരു തുണിയിൽ കെട്ടി. കാലത്തെഴുന്നേറ്റു കുളിച്ചുത്തു വന്ന പതിയുടെ കാലടി വന്ദിച്ചു പൊതി കയ്യിൽ കൊടുത്തു. കുലങ്കഷ കുതൂഹലം കുടയുമെടുത്തിട്ടനു കുലയായ പത്നിയോട് യാത്രയും ചൊല്ലി. ബാലാദിത്യവട്ടം തുടങ്ങിയ നേരം കൃഷ്ണനാമ ജാലങ്ങളെ ജപിപ്പതും ചെയ്തു കുചേലൻ. ചാലവലത്തോട്ടൊഴിഞ്ഞ ചകോരാതി പക്ഷിയുടെ കോലാഹലം കേട്ടുകൊണ്ടു വിനിർഗമിച്ചു.